വീണ്ടും വീണ്ടും CPM-ന് തിരിച്ചടി. ഇങ്ങനെ തിരിച്ചടികൾ വാങ്ങാൻ ഇടതിന്റെ കോട്ടകൾ ഇനിയും കാലി. CPM പുലർത്തി വരുന്ന ഒരുതരം തരം താഴ്ന്ന രാഷ്ട്രീയമുണ്ടല്ലോ, കുതുകാൽ വെട്ടൽ. അങ്ങനെ അട്ടപ്പാടി അഗളിയിൽ ഒന്ന് കുതുകാൽ വെട്ടിയതേ ഉള്ളൂ. അതവർക്ക് തിരിച്ചടിയായിട്ട് മാറി. അഗളി പഞ്ചായത്തിൽ UDF അംഗമായി വിജയിച്ച മഞ്ജു LDF പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ മഞ്ജു കൈയൊഴിഞ്ഞ് അട്ടപ്പാടിയിൽ വീണ്ടും LDF-ന് തിരിച്ചടി നൽകിക്കൊണ്ട് അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മഞ്ജു രാജിവെച്ചു. വൻ പ്രതിഷേധമായിരുന്നു മഞ്ജുവിനെതിരെ അഗളിയിൽ ഉയർന്നത്. സീറോ മലബാർ സഭ വൈദികൻ ഉൾപ്പെടെ മഞ്ജുവിനെതിരെ രംഗത്തെത്തിയിരുന്നു. മഞ്ജുവിനെതിരെ ശക്തമായ നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കാനിരിക്കവെയാണ് നടപടി ഉണ്ടായത്. മഞ്ജുവിനെ തിരുത്താൻ സമയം നൽകണമെന്നും പാലക്കാട് DCC അധ്യക്ഷൻ A തങ്കപ്പൻ അറിയിച്ചിരുന്നു. അതുപ്രകാരമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDF മെമ്പർമാർ പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ആ പിന്തുണ സ്വീകരിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രാജിവെക്കുന്നത്. അഗളി പഞ്ചായത്തിലെ 20-ാം വാർഡായ ചിന്നപ്പറയിൽ നിന്നുമുള്ള UDF അംഗമായ മഞ്ജു കൂറുമാറിയത് വലിയ വിവാദമായിരുന്നു. തനിക്ക് പാർട്ടിയുടെ വിപ്പ് കിട്ടിയില്ല എന്നായിരുന്നു സംഭവത്തിൽ മഞ്ജുവിന്റെ പ്രതികരണം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ് തനിക്ക് വോട്ട് ലഭിച്ചതെന്നും മഞ്ജു പറഞ്ഞിരുന്നു. സംഭവത്തിന് പിന്നാലെ മഞ്ജുവിനെ അയോഗ്യയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. മഞ്ജുവിനെതിരെ നിയമ പോരാട്ടം നടത്തുവാനാണ് കോൺഗ്രസിന് തീരുമാനമുണ്ടായിരുന്നത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മഞ്ജുവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചിരുന്നു. ഇതോടെ ചീഫ് ജസ്റ്റിസ് തന്നെ അയോഗ്യയാക്കും എന്ന ഉത്തരവ് ഭയന്ന് മഞ്ജു അംഗത്വം രാജിവെച്ചതോടെ LDF ഭരണസമിതി കടുത്ത പ്രതിസന്ധിയിലേക്ക് കടന്നു. പുറമെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നുവെങ്കിലും മഞ്ജുവിന്റെ രാജി LDF-ന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയും ഭരണത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒന്നായി മാറി. UDF-ന്റെ കരുത്തുറ്റ ജനപ്രതിനിധിയായ മഞ്ജുവിന്റെ രാജി ഭരണപക്ഷമായ LDF-ന് താങ്ങാവുന്നതിലും വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ചിന്നപ്പറമ്പ് വാർഡിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള മഞ്ജുവിന്റെ നീക്കം UDF-ന് രാഷ്ട്രീയമായ മേൽക്കൈ നൽകുന്നു. ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും വികസന മുരടിപ്പിനുമെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ജനഹിതം മാനിക്കാതെ മുന്നോട്ട് പോകുന്ന ഇടത് ഭരണത്തിന് അഗളിയിൽ ഇനി ആയുസില്ല എന്നും UDF നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചിന്നപ്പറമ്പ് വാർഡിലെ മഞ്ജു പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് LDF-നെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാകും. മഞ്ജുവിന്റെ രാജിയിലൂടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ പാടുപെടുകയാണ് CPM നേതൃത്വം. UDF-ന്റെ തന്ത്രപരമായ നീക്കങ്ങൾ അഗളിയിലെ രാഷ്ട്രീയ ചിത്രം കോൺഗ്രസിന് അനുകൂലമായി മാറ്റി മറിച്ചിരിക്കുകയാണ്.